ചോദ്യം നമ്പർ 1 ശ്രീ കുറുക്കോളി മൊയ്തീൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്രകാരം 17/1/2025 വരെ 712,98,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. ലഭ്യമായ തുക ദുരിതബാധിതർക്കായി വിനിയോഗിച്ചു വരുന്നു. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തവുമായി അനേകം പേർ എത്തി. ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ച് സമയബന്ധിതമായി പുനരധിവാസം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുനരധിവാസ പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, SDRF സ്പോൺസർഷിപ്പ്, CSR ഫണ്ട്, PDNA റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വിനിയോഗിക്കും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുടെ യോഗം ഇതിനകം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ മാതൃക യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. പുനരധിവാസ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനരധിവാസത്തിനായി വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്പോൺസർഷിപ്പ് ഫ്രെയിംവർക്കിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുകയ്ക്കായി ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായം MP-മാരുടെ വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, സി, ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കിഫ്കോണിനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എംപ്ലോയർ പ്രതിനിധിയായി നിയമിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറുകാരായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 1000 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം നിർമ്മിക്കുക. ടൗൺഷിപ്പിൽ അംഗൻവാടി, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, മാലിന്യ സംസ്കരണ സംവിധാനം, കമ്മ്യൂണിറ്റി ഹബ്ബ്, പാർക്ക്, മറ്റ് സാമൂഹിക പശ്ചാത്തലങ്ങൾ എന്നിവയടങ്ങുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് നടപ്പാക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ട ലിസ്റ്റിലും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ 2ാം ഘട്ട ലിസ്റ്റിലും ഉൾപ്പെടുത്തി ഒരുമിച്ച് പുനരധിവാസം നടപ്പാക്കും. നിർദ്ദിഷ്ട ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ അനുവദിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പ് പദ്ധതി നടത്തിപ്പിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് പുനർനിർമ്മാണ സമിതി, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും അടങ്ങുന്ന ഉപദേശക സമിതി, ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതിയും രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സർ, ഡി, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല. PDNA റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായവും പ്രതീക്ഷിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 17/1/2025 വരെ 712,98,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് നിരവധി സ്പോൺസർമാർ അറിയിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളിൽ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ധനസഹായവും പ്രതീക്ഷിക്കുന്നു. ശ്രീ കുറുക്കോളി മൊയ്തീൻ.
സർ, വയനാട് ദുരന്തം നടന്ന ഇതിനെ തുടർന്ന് 1000-ലധികം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ തന്നെ 100-ലധികം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി തന്നെ ഇല്ലാതെയായി. അവശേഷിക്കുന്ന കൃഷിയിടം ജനവാസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ ദുരന്തത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷിക്ക് ജലസേചനം നൽകാൻ സാധിക്കുന്നുമില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത്. ഈ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റ് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷിഭൂമി കൂടി ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. ബഹുമാനപ്പെട്ട സി എം. സർ, അത്തരമൊരു സഹായം ചെയ്യാൻ കഴിയുന്നതല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 10,000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആദ്യഘട്ടമായി നമ്മൾ നൽകുകയുണ്ടായി. കുറച്ചുകൂടി ആളുകൾക്ക് അത് കിട്ടാനുണ്ട്. 600 രൂപ വീതമാണ് വാടകയ്ക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. 6000 രൂപ ഇത് 3 മാസത്തേക്ക് കൊടുത്തത് പിന്നെ 3 മാസത്തേക്ക് കൂടി നീട്ടി. എന്നാൽ ഇപ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ല. അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നീട്ടിക്കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല 15,000 രൂപ വരെ വാടക കൊടുത്താണ് ആളുകൾ പുറത്ത് താമസിക്കുന്നത്. അവർക്ക് ശരിയായ വാടക ഇവിടെ നിരക്കനുസരിച്ച് അവർക്ക് പണം നൽകി സഹായിക്കാൻ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. സർ, പുനരധിവാസത്തിൻ്റെ ഭാഗമായി പുനരധിവസിപ്പിക്കേണ്ട ആളുകളെയാണ് വാടക വീടുകളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് പുനരധിവസിപ്പിക്കുന്നത് വരെ ആ വാടക വീട്ടിൽ താമസിക്കുന്നത് തുടരുന്ന സ്ഥിതി തന്നെ ഉണ്ടാകും. അതിന് നിശ്ചിത തുക അവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. ശ്രീ എ കെ അഷ്റഫ്. സർ, കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിരന്തരമായ അവഗണനയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണമാണ് വയനാട് ദുരന്തം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വിസിറ്റ് ചെയ്തു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ എത്ര സമയമെടുത്തു? അതോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ MP പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ അതിശക്തമായി വയനാട് പാക്കേജിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദിച്ചതാണ്. അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമമുണ്ടോ, നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സാധാരണ നിലക്ക് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള ദുരന്തമുണ്ടായാൽ അതിനുള്ള സഹായം നമുക്ക് ലഭ്യമാകേണ്ടതാണ്. അതിന് കാലതാമസം വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാവരും കൂടി കൂട്ടായി അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തന്നെ കണ്ട് നിവേദനം കൊടുത്തു വന്നത് നല്ല കാര്യമാണ്. പക്ഷേ വൈകി എന്നത് വസ്തുതയാണ്. ഇപ്പോഴും നമുക്ക് സഹായം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2024 ഡിസംബർ 6 സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഉള്ള തുകയെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു സർ: നോബഡി നോസ് വാട്ട് ഈസ് ടു ബി ഗീവൺ ആൻഡ് ഹൗ മച്ച്. വയനാട് ലാൻഡ് സ്ലൈഡിന് മുമ്പ് ജൂലൈ 29 STRF-ൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണെന്നും ചെലവഴിച്ചത് എത്രയാണെന്നും അറിയണമെന്നും സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചും എത്ര തുക ഇനി വേണമെന്നതിനെക്കുറിച്ചും വ്യക്തത വേണമെന്ന് കോടതി പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കാമോ? സർ, ബഹുമാനപ്പെട്ട അംഗം പഴയ കാര്യത്തിൽ നിൽക്കുകയാണ്. കുറച്ച് പുതിയ കാര്യത്തിലേക്ക് കൂടി വരണം. ഇത് മനസ്സിലാക്കിയ അംഗത്തിന് ആ കാര്യവും കൂടി മനസ്സിലാക്കാമായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. എല്ലാ വസ്തുതകളും ഹൈക്കോടതിയുടെ മുൻപാകെ സമർപ്പിച്ചു. പൂർണ്ണ തൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഹൈക്കോടതി എന്നിട്ട് പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി അതിൽ നിന്ന് തുക വിനിയോഗിക്കാവുന്നതാണ്, 120 കോടി വരെ വിനിയോഗിക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായ അംഗീകാരം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ശ്രീ M K മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KP മജീദ്. ചോദ്യം: നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ കാലാവസ്ഥ ഫലമായി ഉരുൾപൊട്ടലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരാവുന്ന സ്ഥലങ്ങളിൽ ആവാസയോഗ്യമല്ലാത്ത, താമസിക്കാൻ സാധിക്കാത്ത അങ്ങനത്തെ വല്ല പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ത് മുൻകരുതലാണ് ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ? സർ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ദുരന്തം വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ
തൽക്കാലം നാം ചെയ്യുന്നത് അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കലാണ്. ഇനി അതിൻ്റെ ഭാഗമായി മറ്റു തരത്തിൽ അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റില്ല എന്ന ഉപദേശം ലഭ്യമാകുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പുനരധിവാസ നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ശ്രീ ടി പി രാമകൃഷ്ണൻ. PDNA റിപ്പോർട്ട് പ്രകാരമുള്ള കേന്ദ്ര സഹായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സർ, ഇത് സംബന്ധമായി വരുന്ന വാർത്തകളും പ്രചരണങ്ങളും സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PDNA റിപ്പോർട്ട് പ്രകാരമുള്ള കേന്ദ്ര സഹായം ഏതെങ്കിലും തരത്തിൽ ഇതിനകം ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത വരുത്തി പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു വിശദീകരണം വേണമെന്ന് തോന്നുന്നു. സർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. PDNA റിപ്പോർട്ട് അനുസരിച്ചുള്ള സഹായമൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2221 കോടി രൂപയാണ്. സഹായം നമുക്ക് ലഭ്യമാകാൻ അർഹതയുള്ളതാണ്. ആ സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതേവരെ സഹായം ലഭ്യമായിട്ടില്ല. ശ്രീ ടി സിദ്ദിഖ്. സർ, വയനാട് ദുരന്തത്തിലെ വാടക വീടുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു കുടുംബത്തിലെ 2 ആളുകൾക്ക് 300 രൂപ വെച്ചുകൊണ്ട് ദിനപത്ത കൊടുത്തതായ പ്രവർത്തനം ഏറെ ആശ്വാസകരമായിരുന്നു. സർ, അത് 3 മാസത്തിന് ശേഷം അത് നിലച്ചുപോയുണ്ട്. അത് ഓർഡർ അനുസരിച്ചാണ് നിലച്ചുപോയത്. അത് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് വീണ്ടും ആരംഭിച്ച് പുനരധിവാസം പൂർത്തീകരിച്ച് ജീവനോപാധി പൂർത്തിയാകുന്നത് വരെ അത് കൊടുക്കാനുള്ള നടപടിയാകുന്നതോടൊപ്പം സർ, നിലവിൽ വീണ്ടും ഈ ഭൂ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യത്തിൻ്റെ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി ചോദിക്കുന്നു. സർ, പെട്ടെന്ന് ചോദിക്കാം. സർ, വയനാട് ദുരന്തത്തിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില നിശ്ചയിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയുടെ വില നൽകുന്നതിന് നിയമപരമായ വല്ല പ്രശ്നങ്ങളുമുണ്ടോ? അത് സംബന്ധിച്ച ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചോ എന്നുള്ളതാണ്. സർ, 2 ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത്. അതിലൊന്ന് നമ്മുടെ അവിടെ അവിടെ ദുരന്തത്തിനിരയായവർക്ക് 300 രൂപ കൊടുത്തതിനെ കുറിച്ചാണ്. അത് SDMA അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നത് 3 മാസമാണ്. ഇനിയും അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഗൗരവമായി പരിഗണിക്കാവുന്നതാണ്. അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട്. അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കണം എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള തുക കണക്കാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉയർന്നു വരുമെന്ന് തോന്നുന്നില്ല. ചില ആശങ്കകളുടെ മേലെ അവർ അപ്പീൽ പോയിട്ടുണ്ട്. പക്ഷേ അത് ഹൈക്കോടതി തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ശ്രീ കെ പി കുഞ്ഞമ്മദ് മാസ്റ്റർ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വ്യക്തമാക്കാമോ? സർ, മാനദണ്ഡങ്ങളിൽ ഇളവ് ഹൈക്കോടതി തന്നെ വരുത്തി കഴിഞ്ഞു. ഹൈക്കോടതി ഇളവ് വരുത്തിക്കൊണ്ടാണ് 120 കോടി രൂപ ഈ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞത്. അത് നമുക്ക് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമുക്കറിയാം ഈ ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ 6ാമത്തെ മാസമാവുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പല കാര്യങ്ങളും മന്ദഗതിയിലാണ് പോകുന്നത്. പുനരധിവാസ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിലെത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും അവസാനമായി 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ എന്ന സർക്കാർ തീരുമാനിച്ചതോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുക. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തന്നെ പലരും ഈ 30 ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ, സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ 20 ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ 30 ലക്ഷം രൂപ വീട് എന്നുള്ളതൊരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികളും പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ 6 മാസമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഒരു ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകുന്നില്ല. അപ്പം തന്നെത്താൻ കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ആളുകൾ, ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ പോലും ചികിത്സയ്ക്ക് പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ
നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുമുള്ളത്. അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് 61 ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു. അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇവിടെ ആ യോഗത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒറ്റ വീട് എന്ന നിലക്ക് നിർമ്മിക്കുമ്പോഴുള്ള ഒരു ഭാഗമാണ്. അന്ന് തന്നെ ആ യോഗത്തിൽ ഞാൻ വ്യക്തമാക്കിയതാണത്. അതേ തുക തന്നെ ഇതിന് വേണ്ടി വരില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു വീടല്ല, കുറേ വീടുകൾ ഒന്നിച്ച് നിർമ്മിക്കുകയാണ്. അതിനാവശ്യമായ ഒരുപാട് സാമഗ്രികൾ ഒന്നിച്ച് വാങ്ങുകയാണ്. അതുമാത്രമല്ല, കുറേ ഭാഗം അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്ത് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങേപോലെ തന്നെ അതുതന്നെയാണ് പ്രതീക്ഷ. പക്ഷേ അതിൻ്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ എം സച്ചിൻ ദേവ്. ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസം ഉറപ്പാക്കേണ്ടവരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി തയ്യാറാക്കി അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. യെസ്, ഔദ്യോഗികമായ പേര് തയ്യാറാക്കിയിട്ടുണ്ടോ പുനരധിവാസത്തിൻ്റെ വീടുകൾ? സർ, ആദ്യ കരട് പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അത് ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ്. ശ്രീ പി ടി റഹീം. സർ, അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ എല്ലാ എം പിമാരുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം നൽകാനുള്ള സാധ്യതയുണ്ടോ? അതിന് വ്യവസ്ഥയുണ്ടോ എന്ന് എനിക്കറിയാം. എം പിമാരുടെ ഫണ്ടിൽ നിന്ന് വീണ്ടെടുക്കാൻ സർ, അങ്ങ് കുറച്ച് കളഞ്ഞു. ബഹുമാനപ്പെട്ട അംഗം അത് കുറച്ച് കളഞ്ഞു. 25 ലക്ഷം 25 ലക്ഷം അല്ല, 1 കോടി വരെ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 1 കോടി രൂപ വരെ കൊടുക്കാൻ കഴിയും. എല്ലാ എം പിമാർക്കും, ഈ രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ഞാൻ നേരിട്ട് കത്തയച്ചിട്ടുണ്ട്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. പെട്ടെന്ന് തീരുമാനം എടുത്തു ക്യാബിനറ്റ് സർ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ 2 കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒന്ന് സർ, ഈ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ലിറ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ എസ്റ്റേറ്റ് ഉടമ ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആവും. അവരിപ്പോൾ ഇത് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി പോകും. അത് പോകില്ല എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഒന്നതാണ് സാർ, അല്ലെങ്കിൽ കാലതാമസം ഇനിയും വരും. അതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സാർ, ഈ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾക്കൊക്കെ പാർട്ടികളിലൊക്കെ അല്ലെങ്കിൽ വളണ്ടിയർ ഓർഗനൈസേഷൻ അവരെ യോഗത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ചാണെങ്കിൽ ഉള്ള കോസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ ചർച്ച എത്ര എന്നുള്ളത് ശരിക്കും ഒരു കണക്ക് 6 മാസമായിട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതാ സാർ, അതുകൊണ്ട് ഇതിൽ വ്യക്തതക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഈ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. സർ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു മഹാദുരന്തമാണ് സംഭവിച്ചത്. സ്വാഭാവികമായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലൊക്കെ ഇതിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു എസ്റ്റേറ്റ് അവർക്ക് സ്വാഭാവികമായി നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടാവും. എന്നാലും ഇതുപോലൊരു കാര്യത്തിന് ആ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന നിലപാട് തന്നെയാണ് അവർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായതിൻ്റെ മേലെ കോടതിയിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ദൂരീകരിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ, അതാണ് അവർക്കുണ്ടായ ഒരു ആശങ്ക. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇതേവരെ നടത്തിയിട്ടില്ല. ഇതൊരു പ്രത്യേക കേസായി വന്ന കാര്യം മാത്രമാണല്ലോ. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇനിയും ഭൂമി ഏറ്റെടുത്ത് കളിയോ എന്നാണ് അവർക്കുണ്ടാകുന്ന ഒരു ശങ്ക എന്നാണ് തോന്നുന്നത്.
സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കാര്യമല്ലല്ലോ വരും. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ആ ആശങ്ക അതേപോലെ നമുക്ക് കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉണ്ടാവും. അതുപോലുള്ള ചില ആശങ്കകളാണ് അവർക്കുള്ളത്. അതൊന്നും അടിസ്ഥാനപരമായി നമ്മളെ ഭൂമി ഏറ്റെടുക്കലിനെ തടസ്സപ്പെടുന്ന നിലയില്ല. ഭൂമി ഏറ്റെടുക്കരുതെന്ന് അവർക്കും അഭിപ്രായമില്ല. അതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ ആ ഇത് ഒരു വീട് നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അത് വേഗം തന്നെ നമുക്ക് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. യെസ്. ചോദ്യം നമ്പർ 2 ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ബഹുമാനപ്പെട്ട പാർലമെൻ്ററി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, എക്സൈസ് വകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 15 വർഷം കാലപ്പഴക്കമെന്ന വാഹനങ്ങൾ പിൻവലിച്ച് പുതിയ 66 മഹേന്ദ്ര ബൊലേറോ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനായി എറണാകുളം, പാലക്കാട് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകൾക്ക് കൂടി ഡിജിറ്റൽ വയർലെസ് സിസ്റ്റം സ്ഥാപിച്ചു. എക്സൈസ് വകുപ്പിൻ്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പിസ്റ്റലുകളും തിരകളും വാങ്ങിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന കേസുകളുടെ ശാസ്ത്രീയമായ അന്വേഷണം സുഗമമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ചോദ്യം ചെയ്യൽ മുറികൾ സ്ഥാപിച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന 1700 ഡ്രഗ് ഡിസ്റ്റൻഷൻ കിറ്റുകളും കണ്ടെടുക്കുന്ന മയക്കുമരുന്നിൻ്റെ തരം തിരിച്ചറിയുന്നതിനുള്ള 144 കിറ്റുകളും വാങ്ങി. എക്സൈസ് വകുപ്പിൻ്റെ സൈബർ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തടയുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ കേരള പോലീസുമായി സഹകരിച്ച് നടത്തുകയും അന്വേഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക സൈബർ ഫോറൻസിക് ഉപകരണങ്ങളും CDR അനലൈസറുകളും വിതരണം ചെയ്ത് നടത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ സുതാര്യമാക്കുന്നതിനായി പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകൾ CCTV സിസ്റ്റവും അത് പരിശോധിക്കുന്നതിനുള്ള കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനവും സ്ഥാപിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി കേരളത്തിലേക്ക് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ കടത്തുന്നതിന് തടയുന്നതിനായി കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്ന പേരിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 4 മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി കാലപ്പഴക്കം കൂടിയ കൂട്ടുപുഴ, വാളയാർ എന്നീ എക്സൈസ് ചെക്ക് പോസ്റ്റുകളെ കണ്ടെയ്നർ മൊഡ്യൂളിൽ മാറ്റി സ്ഥാപിച്ചു. ഓഫീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി വേഗത്തിലാക്കുന്നതിനായി വകുപ്പിലെ വഴക്കം ചെന്ന കമ്പ്യൂട്ടറുകൾ മാറ്റുകയും നിലവിൽ ജില്ലാതല ഓഫീസുകൾ വരെ നടപ്പിലാക്കിയിട്ടുള്ള ഓഫീസ് സംവിധാനം റേഞ്ച്, സർക്കിൾ തലം വരെ വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലാത്തി, ഹാൻഡ് കഫ്, കുട, റെയിൻകോട്ട്, ടോർച്ച്, സിഗ്നൽ ലൈറ്റ്, ബാറ്റൺ, ട്രാഫിക് കോൺ, റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, ബീച്ച് അംബ്രല, ടേപ്പ്, അണ്ടർ വെഹിക്കിൾ മിറർ മുതലായ ഫീൽഡ് ഓഫീസുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അബ്കാരി, NDPS കേസുകൾ പിടിക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ മാമല എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഒരു വെഹിക്കിൾ യാർഡ് സ്ഥാപിച്ച് ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും തൊണ്ടി സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കേരളത്തിലെ 86 എക്സൈസ് റേഞ്ച് ഓഫീസുകൾ കെൽട്രോൺ മുഖാന്തരം CCTV സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ IT സെല്ലിനെ ശക്തിപ്പെടുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖാന്തരം പരിശീലനം നൽകുകയും സെല്ലിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി മാക് ബുക്ക്, ഐമാക് കമ്പ്യൂട്ടറുകളും ഹൈ എൻഡ് ഡെസ്ക് ടോപ്പുകളും വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഷാപ്പുകളുടെ പ്രവർത്തനം അടക്കം വകുപ്പ് നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ 2024 ഡിസംബർ 31 വരെ സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് കണ്ടെടുത്ത അബ്കാരി കേസുകളിൽ ആകെ 78,534.05 ലിറ്റർ സ്പിരിറ്റ്, 22,932.86 ലിറ്റർ ചാരായം, 1,89,667.55 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 12,12,297.6 ലിറ്റർ വാഷ്, 10,1796.67 ലിറ്റർ അരിഷ്ടം, 9,211.33 ലിറ്റർ ബിയർ, 64,165.99 ലിറ്റർ കള്ള്, 58,940.76 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 11,215.95 ലിറ്റർ അനധികൃത മദ്യം, 15,505.625 ലിറ്റർ വൈൻ എന്നിവയും സംസ്ഥാനത്ത് കണ്ടെടുത്തു. NDPS കേസുകളിലാകെ
13,656.635 കിലോഗ്രാം കഞ്ചാവ്, 24,537.56 ഗ്രാം MDM, 8,367 എണ്ണം കഞ്ചാവ് ചെടികൾ, 47,987 ഗ്രാം LSD, 58,530.072 ഗ്രാം ഹാഷിഷ് ഓയിൽ, 692.90 ഗ്രാം ബ്രൗൺ ഷുഗർ, 2,108.69 ഗ്രാം ഹെറോയിൻ, 3,086.96 ഗ്രാം. ടേബിൾ ചെയ്തോ? യെസ്. ഓക്കെ. യെസ്. ശ്രീ സേവ്യർ. സാർ, വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ധാരാളം പത്രവാർത്തകൾ വരുന്നുണ്ട്. ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികളുടെ കൈവശം എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? യെസ്. കുട്ടികളിൽ ലഹരി എത്താതിരിക്കാൻ എന്തെല്ലാം നടപടികൾ? സംസ്ഥാനത്ത് വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിരോധം തീർക്കുന്നതിനാവശ്യമായ ചെക്കിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൽ സാമൂഹ്യനീതി വകുപ്പുമായി യോജിച്ച് ചേർന്ന ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് ഇത്തരം ലഹരി എത്തിക്കുന്ന കൂട്ടരെ പിടികൂടാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സേവ്യർ. ലഹരി മരുന്ന് കണ്ടെത്തിയ കേസുകളിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് എക്സൈസ് വകുപ്പ് നടപടി സ്വീകരിക്കുമോ? അതിന് കുറ്റപത്രം തയ്യാറാക്കി, കോടതികൾ തയ്യാറാക്കി, സമയബന്ധിതമായി ഇവർ പുറത്തു പോകുന്നതിന് മുമ്പേ കുറ്റവിചാരണ നടത്താൻ ആവശ്യമായ ക്രമീകരണം, അതോടൊപ്പം തന്നെ പിറ്റ് NDPS അനുസരിച്ചുള്ള വകുപ്പ് ചേർത്ത് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നതിന് നല്ല രൂപത്തിലുള്ള കേസുകളും ചാർജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ശ്രീ PT റഹീം. സർ, ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കുന്നു. യെസ് മിനിസ്റ്റർ. കൃത്യമായി കരുതൽ തടങ്കൽ വയ്ക്കുന്നതിനാവശ്യമായ പിറ്റ് NDPS വകുപ്പ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങളും കേസുകളും എടുത്ത് മുന്നോട്ട് പോകുന്നു. ശ്രീ പ്രേംകുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KN ഉണ്ണികൃഷ്ണൻ. സാർ, പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും സ്പിരിറ്റും ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അത് കൃത്യമായി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഡിസ്പോസബിൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പബ്ലിക് സെക്ടറിന് സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഇത് പ്രയോജനപ്പെടുത്തി വിൽക്കുന്നുമുണ്ട്. അത് കളയാതെ സൂക്ഷിക്കുന്നു. ശ്രീ PB ശ്രീനിജൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. ലഹരിക്ക് അടിമപ്പെട്ടവർ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെ ചികിത്സിക്കുന്നതിന് എന്തെല്ലാം പദ്ധതികൾ നിലവിലുണ്ടെന്ന് വിശദമാക്കാം. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 14 കേന്ദ്രങ്ങളിൽ അതിന് പ്രത്യേകമായ ചികിത്സാ കേന്ദ്രങ്ങളും കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രത്യേകമായ ചികിത്സാ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ്. ഒരിക്കൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2 തലങ്ങളിലായി ജനകീയ ക്യാമ്പയിനുകൾ ആരംഭിച്ച ഒരു വലിയ വിഷയമാണ്. സാർ, ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ നിയോജകമണ്ഡലമായ പേരയത്ത് അമ്മയെയും മുത്തശ്ശനെയും ഒരു കുട്ടി അടിച്ചു കൊന്നു. അവൻ ലഹരിക്ക് അടിമയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആണ് 3 ആളെ ഒരാൾ കൊലപ്പെടുത്തിയത്. അയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. താമരശ്ശേരിയിൽ മകൻ അമ്മയെ കൊന്നതും കഴിഞ്ഞ ആഴ്ചയാണ്. അയാൾ ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നു. ഈ നിലയിൽ വല്ലാത്ത പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരിലെ കുട്ടികളിലെ ലഹരി വ്യാപനം വലിയൊരു പ്രശ്നമായി, സാമൂഹ്യ പ്രശ്നമായി നിൽക്കുകയാണ്. സാർ, അപ്പോൾ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, മറ്റു വകുപ്പുകളുമായി ചേർന്ന് വലിയ തോതിലുള്ള ഒരു 3ാം ഘട്ട ക്യാമ്പയിനും കൂടി സംസ്ഥാനത്ത് ജനകീയമായി തന്നെ ഞങ്ങളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾ തരികയും ചെയ്തതാണ്. അത് ആരംഭിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം ഉണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യമായി ആലോചിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായുള്ള ക്യാമ്പയിൻ വിമുക്തി എന്ന പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരികയാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നല്ല രൂപത്തിലുള്ള പരിശോധനകളും ഇടപെടലും ക്യാമ്പയിനും ശക്തിപ്പെടുത്താൻ ഇനിയും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നു. ശ്രീ DK മുരളി. സർ,
ഈ ലഹരി ഉപഭോഗത്തിൻ്റെ വർധനവ് ആശങ്കാകുലമാണ്. അതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സിന്തറ്റിക് ലഹരിയുമൊക്കെ ഇപ്പോൾ വ്യാപകമായി നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ NDPS ആക്ടിൻ്റെ ഒരു പരിമിതി അതിൻ്റെ പീനൽ സെക്ഷനാണ്. 1 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ 200 രൂപ ശിക്ഷയുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന ഈ മാഫിയകൾ ഈ ഫൈനടച്ച് പോകുന്നതിന് യാതൊരു പ്രയാസമല്ല, വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിൽ NDPS ആക്ട് സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നുമില്ല, സംസ്ഥാന ഗവൺമെൻറ് കഴിയില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന നിയമസഭ ഇതിലാവശ്യമായ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വർധനവ് വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പ്രമേയം പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യമായ ഭേദഗതി നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിൽ ഉൾപ്പെടെ കൊണ്ടുവരാൻ തയ്യാറാകുമോ, അതിനുള്ള ഒരു ആലോചന നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. അങ്ങ് സൂചിപ്പിച്ച കാര്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം 3 തരത്തിലാണ് എക്സൈസ് വകുപ്പ് കേസെടുക്കുന്നത്. 1 അബ്കാരി ആക്ട്, 2 NDPS, 3 കോട്ട്പ. അതിലിപ്പോൾ അവസാനം സൂചിപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോട്ട്പ അനുസരിച്ചാണ് ഇത്തരം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പലരും വിട്ടുപോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം ഒരു നിയമം കൊണ്ടുവന്ന കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാവുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. സർ, സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുള്ള വലിയ ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. സ്കൂളുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പദ്ധതി വിമുക്തിയാണ്. കുട്ടികൾ ഡിസൈൻഡ് ഡ്രഗ്സിൽ നിന്ന് സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് മാറുമ്പോൾ വിമുക്തിയെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തുന്ന കൂടുതൽ കാലികമായ എന്തെങ്കിലും പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? യുവജന സംഘടനാ പ്രവർത്തകരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ നടത്തിയ പദ്ധതികളുടെ കാര്യക്ഷമതാ റിപ്പോർട്ട് ലഭ്യമാണ്. യെസ് മിനിസ്റ്റർ. നിലവിലെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പും യുവജനക്ഷേമ വകുപ്പുമായി കൂടിയാലോചിച്ചുള്ള പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകിയിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കാവുന്നു. ശ്രീ KP മോഹനൻ. മയക്കുമരുന്ന് മാഫിയ നാട്ടിലാകെ വിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് സാർ. പക്ഷെ എന്നാൽ പോലും വീണ്ടും കുട്ടികളിലും കാരിയറായിട്ടും അതോടൊപ്പം തന്നെ യുവാക്കളെ മയക്കുമരുന്ന് ഉപഭോക്താക്കളായിട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പ് ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. സാർ, എക്സൈസ് വകുപ്പിന് വേണ്ട സംവിധാനങ്ങളില്ല സാർ. പല സ്ഥലത്തും വാഹനങ്ങളില്ല, ഇതൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മാഫിയയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാവുമോ? യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതിനുള്ള മറുപടി ഞാൻ ആദ്യത്തെ രേഖാമൂലമുള്ള മറുപടി തന്നെ പറഞ്ഞിരുന്നു. ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വെഹിക്കിളുകൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്, പിസ്റ്റലുകൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്, പുതിയ പരിശീലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ അനലൈസർ ഉണ്ടായിട്ടുണ്ട്, ആധുനിക പരിശീലനങ്ങളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ മോഡേണൈസ് ചെയ്താണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് വരുന്നത്. ശ്രീ ആർ പ്രദീപ്. സർ, നമ്മുടെ നാട്ടിൽ ഈ ലഹരി തടയാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പോലെ ഇടപെടുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എനിക്ക് തോന്നുന്നു 25 ലക്ഷത്തിൽ കൂടുതലുണ്ട് എന്നാണ്. എന്നാൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 5000 ചില്ലാനും ജീവനക്കാരെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ നല്ലൊരു ഭാഗം ഇത്തരം പ്രവർത്തനമായി നാട്ടിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണ് വെട്ടിച്ചും നല്ലപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഇവർ യാത്ര ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ വേണ്ടത്ര സഹായം നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നില്ല എന്നൊരു വിവരം ലഭിക്കേണ്ടായി. ഇതൊരു നാട്ടിൽ യൂത്ത് ബ്രിഗേഡ് ബോർഡിലെ ധാരാളം ചെറുപ്പക്കാരുടെ വിശ്വസിക്കാൻ പറ്റുന്ന സംഘടനകളുണ്ട്. ഇവരെല്ലാം ഉപയോഗപ്പെടുത്തി നാട്ടിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്ന് ഇത് തടയാൻ പദ്ധതി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കത് ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ഇത് സംബന്ധിച്ച് നല്ല രൂപത്തിലുള്ള ഇടപെടൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൂടുതലായി ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, വിമുക്തി എന്നുള്ളത് മികച്ച ഒരു പദ്ധതി തന്നെയാണ്. പക്ഷെ അതിനോട് നമ്മുടെ സ്പോർട്സിനെയും കൂടെ സംയോജിപ്പിച്ച് കുട്ടികളെ ആ തരത്തിലേക്കൊന്ന് ഡൈവേർഷൻ, അവരുടെ എനർജി ഡൈവേർഷനെ കുറിച്ചുകൂടി സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അങ്ങക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂട്ടിച്ചേർന്ന് നടത്തുന്ന യോയിൻ ക്യാമ്പയിൻ ഈ കാര്യം വന്ന് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സിൻ്റെ മേഖലയിൽ തന്നെ വ്യാപകമായ രൂപത്തിൽ ഇത് സംബന്ധിച്ച നല്ല പ്രചരണം തുടങ്ങിയിട്ടുമുണ്ട്. അത് കൂട്ടിച്ചേർത്ത് നമുക്ക് ഭാവിയിൽ ഏറ്റെടുക്കാവുന്നതാണ്. ശ്രീ ഡോക്ടർ ജയരാജ്. സാർ, വായനയാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി കേരള നിയമസഭയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയ
ലഹരിക്കെതിരെയുള്ളൊരു വലിയ പോരാട്ടം നടത്തി. ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഈ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാക്കിയാൽ കൂടുതൽ കുട്ടികൾ കളങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. രണ്ട്, വായന പോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഇടം കണ്ടെത്തണം. അങ്ങേക്ക് രംഗത്ത് ഒന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാംസ്കാരിക ഇടങ്ങളും വായനയുടെയും സ്പോർട്സിൻ്റെയൊക്കെ ഇടങ്ങൾ കൂടി സൃഷ്ടിക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. അങ്ങയുടെ ക്രിയാത്മക നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു. വായന ഒരു ലഹരിയായി മാറണമെന്ന നിർദ്ദേശം ഏറെ സ്വാഗതാർഹമാണ്. ഒപ്പം സ്പോർട്സിൻ്റെ രംഗത്തങ്ങ് നിർദ്ദേശിക്കപ്പെട്ട ഉള്ളടക്കവും അംഗീകരിക്കുന്നു. യോജിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് നീങ്ങാം. ശ്രീ വിൻസെന്റ്. സർ, അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ഏറ്റവും മികച്ച ഒരു ആശയമായിരുന്നു 2021 നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്. വാർഡ് അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ വാർഡ് മെമ്പർമാർ കൺവീനറായി രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എല്ലായിടത്തും രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. രൂപീകരിച്ച സ്ഥലത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. സർ, ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കമ്മിറ്റിയാണത്. അത് എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പീരിയോഡിക്കലായി വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. അങ്ങ് പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വ്യാപകമായി അതിൻ്റെ റിവ്യൂ നടക്കുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട്. ഭാവിയിൽ അത് റിവ്യൂ നടത്തി ഫലപ്രദമായി ഫംഗ്ഷൻ ചെയ്യിച്ചാൽ വളരെ എഫക്റ്റീവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അതിൽ ശ്രദ്ധിക്കും. ചോദ്യം നമ്പർ 3 ശ്രീ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്ന വിധം പോലീസ് സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുപരിയായി സർക്കാർ നടപ്പാക്കിയത്. ദീർഘമായ ഉത്തരമാണ്, അത് ടേബിൾ ചെയ്താൽ ഓക്കെ. താങ്ക് യു. ശ്രീ AC മൊയ്തീൻ. സർ, നമ്മുടെ രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനങ്ങളിലൊന്നാണ് കേരളത്തിലെന്ന് നിരവധി അംഗീകാരങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ്. കമ്മ്യൂണിറ്റി പോലീസിങ്ങിലും വളരെ മികച്ച മാതൃകകൾ കേരളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സർ, എൻ്റെ ചോദ്യം, പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കപ്പെട്ട ശേഷം ലഭ്യമായ സേവനങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശം ലഭ്യമാക്കാമോ എന്നാണ്. സർ, സൈബർ ഡിവിഷൻ്റെ പ്രവർത്തനം മാതൃകാപരമായി നടക്കുന്നുണ്ട്. അത് നല്ല മെച്ചപ്പെട്ട നിലയുണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് ലൈൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. 1930 ഇതാണ് ആ ഹെൽപ്പ് ലൈൻ. ഇതിൽ പൊതുജനങ്ങളെ ചതിക്കുഴിയിലാക്കിയ 29,850 വെബ്സൈറ്റുകൾ, അതേപോലെ തന്നെ 843 ഓൺലൈൻ ആപ്പുകൾ, 4,761 ലോൺ ആപ്പ് വെബ്സൈറ്റുകൾ, 21,696 സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ, ഇതൊക്കെ സൈബർ പെട്രോളിങ്ങിലൂടെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തട്ടിപ്പുകാർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന 15,990 സിം കാർഡുകൾ, 49,830 ഡിവൈസ് IMEI നമ്പറുകൾ, ഇവയെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 41,335 ബാങ്ക് അക്കൗണ്ടുകൾ തടയാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ധാരാളം വരികയാണ്. കേസും ധാരാളം എടുക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ ലഭ്യമാക്കാനുണ്ടെങ്കിൽ. യെസ് CM. സർ, ഈ തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മട്ടിലാണ് നമ്മുടെ ആളുകളുടെ ഈ നില. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഫോൺ കോളുകൾ, ആപ്പുകൾ, വെബ് ലിങ്കുകൾ, വാട്സാപ്പ് ഹാൻഡിലുകൾ, ഇമെയിൽ, മൊബൈൽ സന്ദേശങ്ങൾ, വിവിധ ഏജൻസികൾ, ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പലതരത്തിലാണ്. ഇത്
വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. അതാണ് സൈബർ വാൾ പദ്ധതി. അത് പ്രാരംഭഘട്ടത്തിലേ ആയിട്ടുള്ളൂ. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിനെ പറ്റിച്ചു. അതെ പലരും. ശ്രീ ഐ ബി സതീഷ്. സർ, സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഏർപ്പെടുത്തിയ മാതൃകയിൽ ലിംഗവിവേചനമില്ലാതെയുള്ള റിക്രൂട്ട്മെൻറ്റ് സേനയിൽ താഴെത്തട്ടിലും നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാമോ? ഈ ജെൻഡർ ന്യൂട്രൽ കേഡർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് സബ് ഇൻസ്പെക്ടർ തസ്തികകൾ പൊതു കേഡറായി പ്രഖ്യാപിച്ചത്. ഇതേ രീതിയിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ വനിതകൾക്ക് നിശ്ചിത ഒഴിവുകൾ നീക്കിവെച്ചുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൽ 15/10/24 ഉത്തരവായിട്ടുണ്ട്. 10 ഒഴിവുകളിൽ 1 വീതമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണല്ലോ സാർ. കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ഒന്ന് വിശദമാക്കാമോ? സർ, പടിപടിയായി ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തവണ 70 പുതിയ സ്കൂളുകൾക്ക് SPC അനുവദിച്ചിട്ടുണ്ട്. ശ്രീ എം എം മണി. സാർ, റെയിൽവേ യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പോലീസ് സേവനം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? റെയിൽവേ യാത്രക്കാർ. സർ, റെയിൽവേ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് റെയിൽവേ ആണ് എത്ര ആളുകൾ വേണമെന്നൊക്കെ നിശ്ചയിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കൊടുക്കുന്നതിന് നാം സന്നദ്ധമാണ്. ശ്രീ യു എ ലത്തീഫ്. സ്റ്റേഷനുകളിൽ SHOമാരായി CIമാരെ നിയമിച്ചത് കാരണം അവർക്ക് മറ്റുള്ള സ്റ്റേഷനുകളിൽ കൂടി അഡ്മിനിസ്ട്രേഷൻ ചുമതല ഉള്ളതുകൊണ്ട് കേസ് അന്വേഷണങ്ങളിൽ താമസം വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആവശ്യമായ നടപടിയെടുക്കാം. ഇപ്പോൾ ഈ പറയുന്ന CI ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അതാണ് ഇപ്പോഴത്തെ രീതി. ഇതിൽ നിന്ന് അങ്ങ് പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് നടപടിയെടുക്കാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, ഈ റോഡിൽ ബൈക്ക് റേസിങ്ങും മറ്റ് അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നവരും അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവരും ഇന്ന് വർദ്ധിച്ചു വരികയാണ് സർ. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് സർ? സർ, റോഡിൽ അപകടകരമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായി പോലീസ് ഇടപെട്ട് തടയുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പോലീസ് അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബോധവൽക്കരണം വളരെ കാര്യമായി നടക്കേണ്ടതായിട്ടുണ്ട്. ചെറുപ്പക്കാർ അതിൻ്റേതായ വീര്യം ഇതിനുവേണ്ടി ചെലവഴിക്കാൻ പാടില്ല. അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. സർ, ഞാൻ സഭയിൽ ഇരുമ്പം സൂചിപ്പിച്ചൊരു കാര്യം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, സാറേ, നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ അതൊരു ആലുവ പോലീസ് സ്റ്റേഷൻ, ഈ 2 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പലപ്പോഴും നമുക്കറിയാം സ്വാഭാവികമായി VIP വരുന്നതുകൊണ്ട് അവിടുത്തെ DYSP ആയാലും അല്ലെങ്കിൽ അവിടുത്തെ 2 ഓഫീസിലെ SHOമാരായ CIമാരായാലും അവരെപ്പോഴും ആ VIP വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കൊടുക്കേണ്ടിരും. അതിപ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്കമാലി ഉൾപ്പെടെ അങ്ങനെ ഈ സ്റ്റേഷനുകളിൽ എപ്പോഴും അവർ എൻഗേജ്ഡാണ്. ആ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഒരു വർഷം ഞങ്ങൾ അവിടെ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ സ്വാഭാവികമാണ് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റ് സ്റ്റേഷൻ ഡ്യൂട്ടികൾ ചെയ്യാൻ പലപ്പോഴും അത് പ്രയാസപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമുക്ക് ഒരു സ്പെഷ്യൽ ടീമിനെ ഈ VIP സുരക്ഷ ഒരുക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് ഒരു DYSPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചാൽ ഈ തടസ്സം നമുക്ക് മാറി മറ്റുള്ള നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് യഥാസമയത്ത് ഡ്യൂട്ടി ചെയ്യാനും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാഹചര്യമുണ്ടാവും. അത് അങ്ങ് ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എൻ്റെ ചോദ്യം. സർ, ബഹുമാന്യനായ അംഗം ഇത് നേരത്തെ ഇവിടെ ഉന്നയിച്ചതാണ്. സഭയിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അതങ്ങനെ ഉന്നയിച്ച് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അത്തരമൊരു പ്രയാസം ബഹുമാനപ്പെട്ട അംഗം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാസം ഇല്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേക ടീമിൻ്റെ ആവശ്യമില്ല എന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ശ്രീമതി കാനത്തിൽ ജമീല. മികച്ച
സർ, മികച്ച സേവനത്തിന് പുരസ്കാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് സർ. പല കേസും തെളിയാത്ത കേസടക്കം ഇപ്പോൾ തെളിയിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഇരുന്ന് വേണ്ടത്ര സൗകര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് സർ കേരളത്തിൽ. അത് പൊളിച്ച് പണിയുന്ന നല്ല പോലീസ് സ്റ്റേഷനാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ടോ സർ? തീർച്ചയായും ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. പിന്നെ സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാലോ. അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ടാണ് അത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ നടപ്പാക്കാത്തത്. എങ്കിലും ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരികയാണ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും അപകട മരണങ്ങളിലും മറ്റെല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേന. സർ, നിലവിലുള്ള അവരുടെ ഒരു സാങ്ഷൻഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആനുപാതികമായി പോലീസ് സേനയിൽ എണ്ണം കുറവാണ് എന്നാണ് എൻ്റെ അറിവ്. 12,000-ഓളം ആളുകളുടെ വേക്കൻസി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൻ്റെ കോട്ടക്കൽ വളാഞ്ചേരി അടക്കം 40-30 പോലീസുകാരാണുള്ളത്. അവിടെ ഒരു 100 പോലീസുകാർ വന്നാൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. സർ, 1982 MK ജോസഫിന്റെ നേതൃത്വം നടന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചാണ് അതുകൊണ്ട് അത് റീഓർഗനൈസ് ചെയ്ത് ഈ പോലീസ് സേനയിലെ അംഗബലം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാന്യായ അംഗം ശരിയായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ അംഗബലം കഴിയാവുന്നത്ര വർദ്ധിപ്പിക്കാനാവണമെന്ന് തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ നടപടികൾ നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. സാർ, ഈ പെരുമ്പാവൂര് ഒട്ടേറെ മൈഗ്രൻ്റ് ലേബേഴ്സ് ഉള്ള അതിഥി തൊഴിലാളികളുള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ 1,00,000-ലധികം അതിഥി തൊഴിലാളികളും ഒട്ടേറെ കുറ്റകൃത്യങ്ങളും അവിടെയുണ്ട്. ആ സ്റ്റേഷനിൽ പ്രത്യേകമായി പരിഗണിച്ച് അവിടുത്തെ ഫോഴ്സ് വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? മൈഗ്രൻ്റ് ലേബേഴ്സിലെ പെരുമ്പാവൂരിലെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുമോ? സർ, അത് പ്രത്യേകം പരിശോധിക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ചോദ്യം നമ്പർ 4 ശ്രീ മുഹമ്മദ് മോഹസിൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നാലാമത്തെ ചോദ്യം വരൂല. 4-മത്തെ വന്നു. 4 വിളിച്ചു. സർ, ഇവിടെ ANB 2023 ചേർന്ന ഗതാഗത സുരക്ഷാ അവലോകന യോഗം സംസ്ഥാനത്തെ റോഡുകൾ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വിലയിരുത്തിയിരുന്നു. അതോടൊപ്പം ഇത്തരം റോഡുകളുടെ നിർമ്മാണം അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് പ്രധാന മാർഗമാണെന്ന് നിരീക്ഷിച്ചു. ഭാവിയിൽ നിർമ്മിക്കുന്ന റോഡുകളും ജംഗ്ഷനുകളും പൊതുഗതാഗത സംവിധാനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിന് IRC MORTH മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇതര വകുപ്പുകളുമായി ചേർന്ന് പരിശോധന നടത്തി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുതകുന്ന റോഡ് സുരക്ഷാ മാർഗങ്ങൾ നടപ്പാക്കി വരുന്നു. തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ അപകടരഹിതമാക്കുന്നതിന് ബ്ലാക്ക് സ്പോട്ട് മാനേജ്മെൻറ്റ് സ്റ്റഡി എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ബ്ലാക്ക് സ്പോട്ട് ഇടനാഴികളിൽ ഹ്രസ്വകാല തിരുത്തൽ പ്രവൃത്തികളും ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നു. പൊതുമരാമത്ത് റോഡുകളിലെ 93 ബ്ലാക്ക് സ്പോട്ടുകളിൽ ഹ്രസ്വകാല തിരുത്തലുകൾ ഇതിനകം നടപ്പാക്കി. ഇതിനു പുറമെ നാറ്റ്പാക്ക് കണ്ടെത്തിയ അതിതീവ്ര ബ്ലാക്ക് സ്പോട്ടുകളിൽ സ്ഥിരം തിരുത്തൽ സംവിധാനം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് 6 ലൈനിങ് സ്കെച്ചുകളിൽ ബഹുമാനപ്പെട്ട CM ലെങ്തിയാണ് ടേബിൾ ചെയ്തോ? വായിക്കുന്ന ഇതെല്ലാം പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. വർക്ക് സോൺ സേഫ്റ്റി ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC വാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ ഓരോ മാസവും കോർപ്പറേഷൻ വിലയിരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിലൊരു കമ്മിറ്റിയും ഡിപ്പോകളിൽ ഒരു ടീമും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രയത്നിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരെ അനുമോദിച്ചു വരുന്നു. സംസ്ഥാനത്ത് AI ക്യാമറകൾ ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് നടപ്പാക്കുക വഴി വാഹന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുന്നു. വിവിധ നടപടികൾക്കൊപ്പം ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ഉറപ്പാക്കാൻ സാധിച്ചതുമൂലം റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 2022 4317 എന്നത് 2023 4080
2024 3746 കുറയുകയുണ്ടായി. ആക്സിഡൻറ്റ് മോണിറ്ററിങ്ങും ബോധവൽക്കരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സിറ്റിസൺ സെൻറ്റിനൽ ആപ്പ് നടപ്പിലാക്കിയത് വഴി കഴിഞ്ഞിട്ടുണ്ട്. സർ സി ഉണ്ട്. ഓപ്പറേഷൻ റോഡ് സേഫ്റ്റി എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നു. രാത്രികാലങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി നൈറ്റ് എൻഫോഴ്സ്മെൻറ്റ് പെട്രോളിംഗ്, ഹൈവേ പെട്രോളിംഗ്, മൊബൈൽ പെട്രോളിംഗ് എന്നിവ നടത്തിവരുന്നു. വിശേഷാവസരങ്ങളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധനകളും നടത്തുന്നുണ്ട്. സർ ഡി ഉണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ സമയത്തും തിരക്കുള്ള മറ്റു സമയങ്ങളിലും ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും പ്രധാന നിരത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവികൾ, RTO എൻഫോഴ്സ്മെൻറ്റ്, റവന്യൂ, ലീഗൽ മെട്രോളജി, മൈനിങ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളിലെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഓവർലോഡിംഗ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി വരുന്നു. സ്വകാര്യ ബസ്സുകൾ, ലോറികൾ എന്നിവയുടെ അമിത വേഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഗതാഗത നിയമപരിപാലനം കർശനമാക്കുന്നതിനുമുള്ള നടപടികളും ഇതോടൊപ്പം സ്വീകരിച്ചു വരുന്നു. ശ്രീ മുഹമ്മദ് മൊഹസിൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വിജയൻ. സർ, സംസ്ഥാന ഗവൺമെൻറ് റോഡപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലെടുത്ത നിലപാടുകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദീർഘദൂര യാത്രയിൽ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. ഒറ്റ നോട്ടത്തിൽ ആരും ഉറങ്ങുന്നതായി മനസ്സിലാവുന്നില്ല. പക്ഷേ ഉറങ്ങിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നൊരു പഠന റിപ്പോർട്ട് അടുത്ത ദിവസം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കുറച്ച് സമയം ഒരു ചായയോ ഒക്കെ കഴിക്കാനുള്ളൊരു പ്രത്യേക സ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. അത്തരമൊരു നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട CM. സർ, പല സ്ഥലത്തും ഇത്തരം അപകടങ്ങൾ കുറക്കുന്നതിനും ആളുകളെ ഉന്മേഷവാരാക്കുന്നതിനുമൊക്കെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട് റോഡുകളിൽ തന്നെ. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് പലയിടത്തും ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളെ റോഡുകളിലൂടെയാണ് സൈക്കിൾ യാത്ര, കാൽനട യാത്ര ഉള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയോട് തന്നെ സൂചിപ്പിച്ചത് പ്രകാരം റോഡുകളിൽ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അത്തരം മോഡേൺ റോഡുകൾ ഇപ്പം ദേശീയപാത വരുന്ന ഭാഗത്ത് മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ കാൽനട യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രായം ചെന്നവരെല്ലാം തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ്. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ കറുത്ത വസ്ത്രങ്ങൾ, അത് വിവിധ വിശ്വാസികളും ഒക്കെയായി നടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട് ഡ്രൈവർമാർക്ക് കാണാത്തത്. അതിനേക്കാളേറെ വലിയ വെളിച്ചം പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളും വിദേശങ്ങളിൽ നിന്ന് മാർക്കറ്റ് ചെയ്ത് ഇവിടെ എത്തി മറ്റ് യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ റോഡിൽ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഒരുക്കുമോ? കാൽനട യാത്രക്കാരുടെ കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡുകളിലൂടെ. അതിനൊരു പരിഹാരം കാണുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യും. സർ, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകൾ പലതും നല്ല റോഡുകളാണല്ലോ. അതുകൊണ്ട് നല്ല വേഗതയിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാൽനട യാത്രക്കാർ, റോഡ് ക്രോസ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. സർ, കാൽനട യാത്രക്കാർ റോഡിലൂടെ യാത്ര ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതായത് ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിവേഗതയിൽ പോകുന്ന വാഹനങ്ങൾ റോഡിലൂടെ പോകണം, അത് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. പക്ഷേ കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം പ്രത്യേകമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ ചെയ്തു പോകണമെന്ന് തന്നെയാണ് കാണുന്നത്. ഏതെങ്കിലും ചില പ്രദേശങ്ങളിലായിരിക്കും ഈ പറയുന്ന കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളില്ലാത്തത്. അത് ആ തരത്തിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റു തരത്തിലുള്ള റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് തീർച്ചയായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ശ്രീ വി ആർ സുനിൽകുമാർ. സർ, സംസ്ഥാനത്തെ നിരത്തുകളിൽ വാഹനങ്ങളുടെ അമിതവേഗം തടയുന്നതിന്
വാഹനങ്ങളിൽ ബാർകോഡും റോഡുകളിൽ ജിയോ ഫെൻസിംഗ് സ്ഥാപിച്ച് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ എങ്കിൽ ഇതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയും. ജിയോ ഫെൻസിങ്ങും ബാർകോഡും സർ, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. ജിയോ ഫെൻസിങ്ങും ബാർകോഡ് ഏർപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായും ആ കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ. സർ, സംസ്ഥാനത്തെ നിരത്തുകളിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ടൂ വീലർ ഇപ്പോൾ മിക്കവാറും റോഡ് സൈഡിലൂടെ പോകുന്ന പ്രവണതയും വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അത്തരം സന്ദർഭത്തിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുകയോ വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ ഒക്കെ ചെയ്യുന്ന കർശനമായിട്ടുള്ള നടപടികളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ കഴിയുമോ? ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് ഗൗരവമായി പരിശോധിക്കുന്നതാണ്. ആവശ്യമായ കരുതൽ നടപടികൾ ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ശ്രീ വായു സോമൻ. സർ, അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി 2021 തയ്യാറാക്കിയ റോഡ് സുരക്ഷാ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. സർ, റോഡ് സുരക്ഷയ്ക്കുതകുന്ന നടപടികൾ ഒട്ടേറെ സ്വീകരിച്ചു വരുന്നുണ്ട്. എങ്കിലും അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലായി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് തന്നെയാണ്. ചോദ്യം നമ്പർ 5 ശ്രീ കെ ഡി പ്രസന്ന ചുമതല പ്രകാരം ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, അങ്ങ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ബഹുമാനപ്പെട്ട എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി. ഇപ്പോൾ കറക്റ്റായി. സർ, സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16/7/2021 സർക്കാർ ഉത്തരവ് പ്രകാരം 145/2021 SED പ്രകാരം സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ സംസ്ഥാനത്താകമാനം 64,006 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് 8/7/2022 സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ വ്യക്തികളെയും കുടുംബങ്ങളെയും അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. അവകാശം അതിവേഗം എന്ന പേരിൽ അതിദരിദ്രർക്ക് അവകാശരേഖകൾ നൽകൽ, അതോടൊപ്പം ആധാർ കാർഡ്, ID കാർഡ്, റേഷൻ കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഭിന്നശേഷി കാർഡ്, ബാങ്ക് അക്കൗണ്ട്, തൊഴിൽ കാർഡ് മുതലായ ഭക്ഷണം, ആരോഗ്യ സേവനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതിദാരിദ്ര്യ പട്ടികയിൽ ഭവനം ആവശ്യമുള്ളവർക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഭവനം ലഭ്യമാക്കൽ, വരുമാനം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് കുടുംബശ്രീയുടെ ഉപജീവന പദ്ധതിയിലൂടെ മറ്റു വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മുഖാന്തരവും ഉപജീവന മാർഗം, വരുമാന മാർഗം ലഭ്യമാക്കൽ, ഭവന പുനരുദ്ധാരണത്തിന് ധനസഹായം നൽകൽ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അതിദരിദ്രരെ വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങൾ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിലെ 30,658 കുടുംബങ്ങളെ 47.89% ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ട് 2021 നവംബർ 1 മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 15/1/2025 വരെ 44,539 കുടുംബങ്ങളെ 69.59% അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട്. 15/1/2025 വരെയുള്ള പുരോഗതി റിപ്പോർട്ട് അനുബന്ധം 1 ആയി ചേർക്കുന്നു. ടേബിൾ ചെയ്ത് ചോദിക്കായിരുന്നു ഉപചോദ്യം. ആയിക്കോട്ടെ. ശ്രീ കെ ഡി പ്രസേനൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ്. സർ, കേരളത്തെ സംബന്ധിച്ച് വളരെ ഹിസ്റ്റോറിക്കലായ അഭിമാനമായ ചുവടുവയ്പ്പാണ് അതിദരിദ്രരില്ലാത്ത കേരളമെന്നത്. ഗവൺമെൻറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ഉപജീവന മാർഗം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സാർ ചോദിക്കുന്നത്, സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 100% സബ്സിഡി നൽകാൻ കഴിയുമോ എന്നതാണ് സാർ ചോദിച്ചത്. ഇത് സംബന്ധിച്ച് ശുപാർശ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാർ ലഭ്യമായിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ പരിഗണനയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നമുക്ക് എപ്പോൾ നടത്താൻ കഴിയും എന്നതാണ്.
യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 2025 നവംബർ എത്തുമ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം രാജഗോപാലൻ. നിലവിൽ അതിദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് KSRTC ഓർ പ്രൈവറ്റ് ബസ്സുകളിൽ പഠനാവശ്യത്തിനുള്ള യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ. അതേ മാതൃകയിൽ ജലഗതാഗതം ആശ്രയിക്കുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങളിലെ ജലഗതാഗതം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്വകാര്യ ബോട്ടുകളിൽ സൗജന്യ പാസ് അനുവദിക്കുന്നതിനുള്ള കാര്യം പരിഗണിക്കാമോ? ഇത് പരിഗണിക്കുന്നതാണ് സർ. യെസ്. ഓർഡർ. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.